വാശിയേറിയ പോരാട്ടം നടക്കുന്ന ബേപ്പൂരിൽ മണ്ഡലം NTA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ പ്രചരണം മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. വീടുകൾ കയറിയാണ് പ്രചാരണം നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബേപ്പൂര് പോരാട്ടത്തിനിറങ്ങുന്നത്. രമ്യദാസ് തയ്യാറാക്കിയ ആ റിപ്പോർട്ട് ഒന്ന് കാണാം. ബേപ്പൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുടെ അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിൻ്റെ പ്രചരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് കയറിയിട്ടുള്ള പ്രചരണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പ്രകാശ് ബാബുവിൻ്റെ കൂടുതൽ വിശേഷങ്ങളെന്ന് ചോദിച്ചറിയാം. പ്രകാശ് ഏട്ടാ, തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, വീട് കയറിയിട്ടുള്ളതാണ്, എങ്ങനെയുണ്ട്? എന്തായാലും നല്ല ആത്മവിശ്വാസത്തിലാണ്. ബേപ്പൂരിലെ LDFൻ്റെയും UDFൻ്റെയും പ്രസംഗത്തിലൂടെയുള്ള വികസനത്തിന്, കാപട്യം നിറഞ്ഞ വികസനത്തിന് ഈ ജനങ്ങൾ മറുപടി നൽകും, അതിലൊരു സംശയമില്ല. കാരണം ബേപ്പൂരിൻ്റെ സാധ്യതകളെ ഏറ്റവും നല്ലവണ്ണം ഉപയോഗപ്പെടുത്താനുള്ള കഴിഞ്ഞ 5 വർഷം സാധിക്കുമായിരുന്നു. കേരളത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടായിട്ട് ഇവിടുത്തെ സാധാരണക്കാരന് എന്ത് നേട്ടമാണ് ലഭിച്ചത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി LDFൻ്റെ സ്ഥാനാർത്ഥി ഒന്ന് പറയണം. സാധാരണക്കാരന് ഏറ്റവും പ്രശ്നം ഇവിടെ ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നമാണ്. ഒരു കിടത്തി ചികിത്സക്കോ അല്ലെങ്കിൽ നല്ലൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുള്ള ആശുപത്രി ഒന്ന് കാണിക്കട്ടെ. ഇപ്പോൾ ESI ആശുപത്രിയിൽ പോയാൽ അവിടെ ഏറ്റവും ചുരുങ്ങിയത് എക്സ്റേക്ക് വരെ അവിടെ സൗകര്യമില്ല, സ്കാനില്ല, MRI ഇല്ല, ഡോക്ടറില്ല. കുറേ പേര് അവിടെ നിന്ന് ഡോക്ടർ ചാപ്പെന്നും പറഞ്ഞിട്ട് നടന്ന് കളിക്കുക എന്നല്ല സാധാരണക്കാരന് നേട്ടമില്ല. 1. 2, ബേപ്പൂർ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടത് ബഹുമാനപ്പെട്ട LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് അറിയല്ലോ, ബേപ്പൂർ തുറമുഖം. ആ തുറമുഖത്തെ നശിപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ 5 കൊല്ലക്കാലം എല്ലാ സാധ്യതകളും മംഗലാപുരത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും ഗവൺമെൻറ് കോളേജ്, ഞാൻ ചോദിക്കട്ടെ, ഒരു ഗവൺമെൻറ് കോളേജ് ഇല്ലാത്ത ഈ കോഴിക്കോട് ജില്ലയിലുള്ള ഏക മണ്ഡലമാണ്. ഇവിടെ എന്ത് വികസനം അവർ മാറ്റമുണ്ടാക്കിയ നാട്ടുകാരൻ? ഇവിടെ വികസിച്ചത് മന്ത്രിയുടെ കീശയാണ്. അല്ല, ജനങ്ങൾ പറയട്ടെ, ഇവിടെ നാട് വികസിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഭരണത്തിന് നേതൃത്വം കൊടുത്തവരാണോ വികസിച്ചതെന്ന് നിങ്ങൾ തുറന്നു കാണിക്കും. ഈ എടുത്തു പറയുന്ന ഒരു വികസനം എന്ന് പറയുന്നത് ഈ ചെറുവണ്ണൂർ ഒരു പാലം ഉണ്ടാക്കി. ഞാൻ ചോദിച്ചോട്ടെ, പാലത്തിൻ്റെ 10% പണി കഴിഞ്ഞോ? 2021 മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 1 മാസം കൊണ്ട് ആരോടും ചോദിക്കാതെ ഫയലിൽ ഒപ്പിടാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് പൊതുമരാമത്ത്. എന്നിട്ട് പോലും അതിൻ്റെ പണി ആരംഭിക്കാതെ ഇപ്പം മറ്റൊരു ഇലക്ഷൻ പ്രഖ്യാപിച്ച് 5 കൊല്ലം കഴിഞ്ഞിപ്പം പണി ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ വികസനം എന്ന് പറയുന്നത് കാപട്യമാണ്, ജനങ്ങളുടെ മുന്നിൽ പ്രസംഗിച്ച് നടക്കുന്ന വികസനം. മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ബേപ്പൂരിൽ ഏറ്റവും നമുക്ക് എല്ലാവരുടെയും കാണാൻ പറ്റിയ ഒന്നെന്ന് പറയുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ എല്ലാ പാലും പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് കോടികൾ ചിലവഴിച്ചിട്ടുണ്ട്. ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഫിറ്റ്നസ് ഇല്ലാത്ത പാലത്തിന് ചിലവഴിച്ചിട്ടുള്ള, പെയിൻ്റ് അടിക്കാൻ ചിലവഴിച്ചിട്ടുള്ള 5 കോടി ഉണ്ടെങ്കിൽ ബേപ്പൂരിലെ ഇന്ന് 2 ലക്ഷത്തിലധികമുള്ള വോട്ടർമാരുടെ കുടുംബത്തിന് ഇന്ന് ആരോഗ്യ മേഖലയിൽ നല്ല സുരക്ഷിതത്വം കിട്ടുമായിരുന്നു. ആ ആരോഗ്യ വകുപ്പിന് ഈ 5 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫറൂഖിലെ ആശുപത്രിയിൽ നിന്ന് മികച്ച ആശുപത്രി ആകുമായിരുന്നു. ഇപ്പം ഇനി ബേപ്പൂരിൽ വന്നാൽ എന്താ ഏറ്റവും നല്ല വികസനം കാണാൻ പറ്റുക? ഫറൂഖിൽ നിങ്ങൾക്ക് നല്ല തല ഉയർത്തിയിട്ട് കാണാം ഒരു റെയിൽവേ സ്റ്റേഷൻ. അതല്ലേ വികസനം? ഒരു കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കി കേരളത്തിലെ 35 റെയിൽവേ സ്റ്റേഷൻ്റെ കൂട്ടത്തിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഇങ്ങനെ കടലുണ്ടി പഞ്ചായത്തിൽ കുടിവെള്ളം കൊടുക്കുന്നു, ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി നടപ്പിലാക്കുന്നു. ഇവരിങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നു. ഇനി രണ്ടാമതൊരാൾ, ഇപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥി, ഞാൻ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നവർ 9 കൊല്ലക്കാലം നിലമ്പൂരിൽ ആരായിരുന്നു UDF സ്ഥാനാർത്ഥി എന്ന് മനസ്സിലാക്കണം. നിലമ്പൂരിലെ ഒരു ഗവൺമെൻറ് കോളേജ് 9 കൊല്ലമായി ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ്. എന്നിട്ട് എവിടെ വന്ന് വികസനം പ്രവർത്തിക്കുന്നത്? നിലമ്പൂർ ആശുപത്രിയിൽ ഞാൻ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഘോരഘോരം പ്രസംഗിച്ച് വാഗ്ദാനം കൊടുത്ത ആളാണ്. കാർഡിയോളജിയും ഇല്ല, ഡോക്ടറും ഇല്ല, ഇപ്പോൾ ആശുപത്രി തകർന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവരെയൊക്കെ നിലമ്പൂരിലും മലപ്പുറം ജില്ലയിൽ നിന്നും കെട്ടി അവിടെ നിന്ന് അടിച്ചോടിച്ച ഒരാൾ അവിടെ ചൂലെടുത്തടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ബേപ്പൂരിൽ വന്ന് വികസനം പ്രസംഗിക്കുന്നു. അതുകൊണ്ട് വികസനം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ആ ഹൃദയസ്പന്ദനം മനസ്സിലാക്കിയിട്ട് അത് നടപ്പിലാക്കുന്നവരായിരിക്കും. അതിന് ഞങ്ങൾ തയ്യാറാണ്, നരേന്ദ്രമോദിജി തയ്യാറാണ്, ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാണ്. 21 സംസ്ഥാനങ്ങളിൽ ഞങ്ങളത് കാണിച്ചിട്ടുണ്ട്, BJP ഭരിക്കുന്ന കോർപ്പറേഷനിൽ കാണിച്ചിട്ടുണ്ട്. ബേപ്പൂരിൽ അതിനുള്ളൊരു അവസരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും ഈ 2 LDFും UDFും ബേപ്പൂരിലെ ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്.
ഈ പ്രകാശായിട്ട് പറഞ്ഞു നിർത്തിയിടുന്ന തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ വികസന മുരടിപ്പുണ്ട്, ഇപ്പോൾ ടൂറിസം മേഖലയിലും ആരോഗ്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബേപ്പൂർ മണ്ഡലം വികസന മുരടിപ്പുണ്ട്. അതോടൊപ്പം തന്നെ അൻവറാണ് UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി വരുന്നത്. ഇപ്പോൾ അൻവർ കളത്തിലില്ലേ, കാരണം തൃണമൂലിൽ നിന്ന് ഓരോരുത്തരായി രാജിവെച്ച് പോകുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു അൻവറിൻ്റെ ഈ ഒരു ഇതിനെ കാണുന്നത്? കാരണം തിരഞ്ഞെടുപ്പിലേക്ക് ഒരു മത്സരം, കാരണം എല്ലാവരും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ നിന്ന്. അപ്പോൾ ഇത്തരം ഒരു ഇതിലെങ്ങനെയാണ് കാണുന്നത്? അല്ല, അൻവർ എന്ന പരീക്ഷണം ബേപ്പൂരിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. കാരണം ബേപ്പൂർ എന്ന് പറയുന്നത് കളങ്കിത രാഷ്ട്രീയത്തിന് ഒരു കാലത്ത് സ്ഥാനം കൊടുക്കാത്തതാണ്. അൻവർ ED വലയത്തിലാണ്. അൻവർ ഈ പിണറായി വിജയൻ്റെ ദത്തുപുത്രനെ പോലെയായിരുന്നല്ലോ അൻവർ. എന്താ പിണറായി വിജയനും അൻവറും തമ്മിൽ ബന്ധം വിച്ഛേദിക്കാൻ കാരണം? മലപ്പുറം ജില്ലയിലെ കള്ളക്കടത്ത് സംഘത്തെ അവിടെയുള്ള SP അറസ്റ്റ് ചെയ്തു. കള്ളക്കടത്ത് സംഘത്തെ നിലക്ക് നിർത്തി. അതിനെതിരാണല്ലോ ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തെറ്റിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാച്ചുറൽ എന്താ? കള്ളക്കടത്ത് സംഘത്തിനെതിരെ പോലീസ് നടപടിയെടുക്കുമ്പോൾ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന, SP ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ MLA സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്നെ അറിയാലോ ഇദ്ദേഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. അപ്പോൾ ഈ ബേപ്പൂരിൽ ഞാൻ പറഞ്ഞത്, പണം വാരി വിതറി എറിഞ്ഞതുകൊണ്ടൊന്നും പണം കൊണ്ടൊന്നും ജനങ്ങളുടെ വോട്ട് ലഭിക്കില്ല. ഇവിടെ വികസനം മാത്രമാണ് ഇവിടെ പ്രശ്നം. ആ വികസനം ഞങ്ങൾ ചർച്ച ചെയ്യും. കോടിക്കണക്കിന് രൂപ വലിച്ചെറിഞ്ഞ് ഇവിടെ വോട്ട് ആരെങ്കിലും വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ബേപ്പൂരിൽ അൻവർ എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാകാൻ വേണ്ടി പോവുകയാണ്. മറ്റേ കോർപ്പറേറ്റ് സ്ഥാനാർത്ഥികൾ, LDFൻ്റെയും UDFൻ്റെയും ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ കോർപ്പറേറ്റ് സ്ഥാനാർത്ഥികൾ, ജനകീയ സ്ഥാനാർത്ഥികളായിട്ട് വരാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. നാടിൻ്റെ യഥാർത്ഥ വികാരം മനസ്സിലാക്കാനും ഇവരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ബേപ്പൂർ തിരുത്തും. ഇതുവരെ അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റ് തിരുത്താൻ പാകവും പക്വവുമായിട്ട് ബേപ്പൂർ മാറിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ 3 ദിവസത്തെ പ്രചരണത്തിൽ ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. കൃത്യമായി തന്നെ NDA മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ചും പ്രകാശ് ബാബുവും ഇതുപോലെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ്. കൃത്യമായി തന്നെ, കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഭരണ തുടർച്ച, അതിലുള്ള വികസന മുരടിപ്പുണ്ട്. അതിന് ഇത്തരം വിഷയങ്ങൾ തന്നെയാണ് ഇത്തവണ NDA ഈ ഒരു തെരഞ്ഞെടുപ്പിലും ഈ തരത്തിലുള്ള ചർച്ചാ വിഷയമാക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ പ്രശോഭനൊപ്പം രമ്യാദാസ്, ജനം.